നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ്. ആയതിനാൽ ഉച്ചാരണത്തിലും മറ്റും ചില പോരായ്മകൾ ഉണ്ടാകാം. സദയം ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനനഗരമായ തിരുവനന്തപുരം നഗരത്തിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ശ്രീവരാഹം ലക്ഷ്മീവരാഹമൂർത്തി ക്ഷേത്രം. സമ്പദ് സമൃദ്ധിയുടെ ഭഗവതിയായ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരവും ദുരിതനാശകനുമായ വരാഹമൂർത്തിയുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ലക്ഷ്മിദേവിക്കും വരാഹമൂർത്തിക്കും തുല്യ പ്രാധാന്യം ആണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, നാഗദേവങ്ങൾ എന്നിവർക്കും ഇവിടെ സന്നിധികളുണ്ട്. കേരളത്തിൽ വരാഹമൂർത്തി പ്രധാന പ്രതിഷ്ഠയായി വരുന്ന അപൂർവം സന്നിധികളിലൊന്നായ ഈ ക്ഷേത്രമാണ് സ്ഥലപ്പേരിനു തന്നെ കാരണമായി പറയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിലൊന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. അസാമാന്യ വലുപ്പമുള്ള ഈ കുളം വളരെ മികച്ച രീതിയിൽ തന്നെ പരിപാലിച്ചു വരുന്നുണ്ട്. മീനമാസത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുതന്നെയാണ് ഇവിടെയും ഉത്സവം നടത്തുന്നത്. ഈ ഉത്സവത്തിനൊടുവിൽ പത്മനാഭസ്വാമി ശംഖുമുഖത്തേക്ക് ആറാട്ടിന് എഴുന്നള്ളുമ്പോൾ കൂടെ ഇവിടെയുള്ള വരാഹമൂർത്തിയുമുണ്ടാകാറുണ്ട്. കൂടാതെ അതേ മാസത്തിൽ വരുന്ന വരാഹ ജയന്തി, ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി, മേടമാസത്തിലെ വിഷു എന്നിവയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചുവരുന്നു. ഒരുകാലത്ത് തിരുവിതാംകൂർ രാജകുടുംബം നേരിട്ട് ഭരണം നിർവഹിച്ചിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളും മറ്റും ലക്ഷ്മി ദേവിയുടെയും വരാഹമൂർത്തിയുടെയും അനുഗ്രഹത്താൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ചാനലിലൂടെ അവതരിപ്പിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.